ദ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 56ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ. അടുത്തൊരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് CIWGM ദാസിംഗ് വിദ്യാർത്ഥികൾ ഒത്തിരി റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഐഡിയ കിട്ടേണ്ടതുണ്ട്. സാർ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അവരുടെ ഒരു ആംഗിളിൽ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്? നമുക്ക് CIWG ദാസ എന്താണ്, ആദ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇൻട്രൊഡക്ഷനായിട്ട് പറയാം. പിന്നെ ഇവിടെ സീറ്റുകൾ എത്ര സീറ്റുകൾ, എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടുക, എത്രമാത്രം സീറ്റുകളുണ്ടാവും, അതിനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഫീസ് സ്ട്രക്ചർ, രണ്ടും തമ്മിൽ ഫീസ് സ്ട്രക്ചർ വ്യത്യാസമുണ്ട്, അതെന്താണെന്നറിയാം. അതുപോലെ ഈ രജിസ്ട്രേഷനും അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ അതും ഒന്നറിഞ്ഞിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ. പിന്നെ കഴിഞ്ഞ വർഷത്തെ 2023 നമ്മുടെ കാലിക്കറ്റ് NIT-യിലെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു താല്പര്യമുള്ള ഒരു പക്ഷേ കാലിക്കറ്റ്, അതിൽ നല്ല NITs ഉണ്ട്. അവിടെയും നമ്മൾ എലിജിബിളാണ്. കാലിക്കറ്റ് പോലെ തന്നെ അപ്ലൈ ചെയ്യാം എവിടെ വേണേലും. അപ്പോൾ കാലിക്കറ്റ് NIT-യും അതുപോലെ തന്നെ നമുക്ക് IITs ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. നമ്മൾ കോട്ടയം IIIT പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കോട്ടയം IIITയുടെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസോടെയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ദാസ അല്ലെ CIWG എന്ന കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ള ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഇൻഫർമേഷനും അടങ്ങിയ ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് വരുന്നത്. സോ വിദ്യാർത്ഥികളും പേരൻസും ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആവശ്യകതയാണ്. സാർ, ഞാൻ ആദ്യമേ എൻ്റെ ചോദ്യത്തിലേക്ക് വരികയാണ്. സാർ, എന്താണ് CIWG അല്ലെങ്കിൽ ദാസ കോട്ട? ദാസ എന്ന് പറയുന്ന ഒരു അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ അത് നേരത്തെ തന്നെ ഉള്ളതാണ്. ദാസ എന്നുള്ള പേര് ഡയറക്റ്റ് അഡ്മിഷൻ ടു സ്റ്റുഡൻറ്റ് അബ്രോഡ്. ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്ന NRI സ്റ്റുഡൻസിനും അതുപോലെ PIO OCI ഈ 3 ഫോറിൻ നാഷണൽസ്, ഇവർക്കെല്ലാം ഇന്ത്യയിലുള്ള NIT-കൾ എല്ലാ NIT-കളും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. IIITകളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, എല്ലാം ഇല്ല. 11 IIITകൾ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ SPA 3 സ്കൂൾ ഓഫ് പ്ലാനിങ് ആർക്കിടെക്ചർ, അത് 3 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ചില റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ NSUT ഡൽഹി, അതുപോലെ ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഇങ്ങനെയുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മറ്റ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 63 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ആകെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ദാസയും CIWGയും തമ്മിലുള്ള വ്യത്യാസം, CIWG എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ് കൺട്രീസ്. അതായത് ഈ ദാസ സ്ട്രീമിൽ തന്നെ GCC രാജ്യങ്ങളിൽ 8 ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മക്കൾക്ക്, അവരും ഇന്ത്യക്ക് പുറത്ത് പഠിച്ചവരായിരിക്കണം. +1ഉം +2ഉം കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് പുറത്ത് +1ഉം +2ഉം പഠിച്ചിട്ടുള്ള ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മക്കൾക്കുള്ളതാണ് CIWG കോട്ട എന്ന് പറയും. ദാസ ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന ആരുടെയും, അത് ഗൾഫ് എന്നുള്ളതില്ല, അത് ഗൾഫുകാർക്കും ദാസായിലും പങ്കെടുക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. ആരുടെയും മക്കൾക്ക് ഈ ദാസായിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ ഇന്ത്യയിലോ വിദേശത്ത് എവിടെയോ പഠിക്കുന്ന ഫോറിൻ നാഷണൽസ് ഇന്ത്യയിലാണ് പഠിക്കുന്നതെങ്കിലും അവർക്കും പങ്കെടുക്കാം. മറ്റ് രാജ്യങ്ങളിലുള്ള ഫോറിൻ നാഷണൽസിനും അവസരമുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർക്കാണ് ദാസ വരുന്നത്. CIWG ഗൾഫിലുള്ളവർക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി മാത്രം. അതിൻ്റെ പ്രത്യേകത ഫീസ് സ്ട്രക്ചറിലുള്ള ഒരു ഡിഫറൻസാണ്. CIWG കോട്ടയിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു കുട്ടി, ഇപ്പോൾ NIT-യിലെ ഉദാഹരണമായിട്ട് കാലിക്കറ്റ് NIT കിട്ടുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിൽ +2 പഠിച്ച് നമ്മുടെ JEE എക്സാം എഴുതി ജോസ അലോട്ട്മെൻറ്റ് വഴി കാലിക്കറ്റ് NIT കിട്ടുന്ന കുട്ടി ഒരു സെമസ്റ്ററിൽ അടയ്ക്കേണ്ട ഫീസ് 62,500 രൂപയാണ്. അതേ ഫീസ് തന്നെയാണ് CIWG കോട്ട വഴി കാലിക്കറ്റ് NIT-യിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു കുട്ടി അടയ്ക്കേണ്ടത്. സെയിം ഫീസ് ഇല്ലില്ല. അതേസമയം ദാസയിലാണെങ്കിൽ ഫീസിൽ വ്യത്യാസം വരും. അതിപ്പോൾ നമ്മൾ ഡോളറിൽ പറയുകയാണെങ്കിൽ CIWG $758 ആണെങ്കിൽ ദാസാനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. സാർക്ക് കൺട്രീസിൽ നിന്നുള്ളവരും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ സാർക്ക് കൺട്രീസ് വരുന്നുണ്ട്. ഇന്ത്യയും സാർക്കിനകത്ത് വരുന്നതാണ്. സാർക്ക് കൺട്രീസിൽ നിന്നുള്ളവർക്കാണെങ്കിൽ $2,000 വരുന്നത്. സമയം നോൺ സാർക്ക് കൺട്രീസ് ആണെങ്കിൽ $4,000 വരും. ഇരട്ടിക്കെടുത്ത് വരും. അത്രയും വ്യത്യാസമുണ്ട്. സാറേ, ഇത് എത്ര സീറ്റുകളുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ?
സീറ്റുകൾ നമ്മൾ സൂപ്പർ ന്യൂമറി ആയിട്ട് സൃഷ്ടിക്കുന്ന സീറ്റുകളാണ്. 15% സീറ്റുകളാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സൂപ്പർ ന്യൂമറി സീറ്റുകൾ വരുന്നത്. ഓക്കെ. ഏകദേശം ഒരു 4500-4600 സീറ്റുകൾ ദാസ സ്ട്രീമിൽ ആകെ ഉണ്ടാവും. രണ്ടും കൂടെ ഉണ്ടാവും. അതിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളതിൻ്റെ 5%. ഓക്കെ. ആകെ സൃഷ്ടിക്കുന്നത് 15%. ആ 15ൻ്റെ 1/3. ഓക്കെ. അപ്പോൾ 5% വരുമല്ലോ. അപ്പോൾ അത്രയും സീറ്റുകൾ CAWG 1500 സീറ്റോളം ഉണ്ടാവും. 1500 സീറ്റുകൾ, 1400 സീറ്റുകൾക്ക് മുകളിൽ ഏതായാലും CAWG കാറ്റഗറിയിൽ ഉണ്ടാവും. എത്ര സീറ്റ് വേക്കൻ്റ് ആകുന്നുണ്ട് ഒരു വർഷത്തെ, ഒരു ശരാശരി കണക്കെടുക്കുവാണെങ്കിൽ? വേക്കൻസി നല്ലപോലെ വരുന്നുണ്ട്. കാരണം ആപ്ലിക്കൻസ് പോലും വളരെ കുറവാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പോഴാണ് മലയാളികൾ ഇത്ര മാത്രം ഒരു അവസരം ഉണ്ടെന്നും മിസ്സാക്കുന്നതും ഒക്കെ 2 വർഷങ്ങൾക്ക് മുമ്പ് അറിയുന്ന നമ്മുടെ കാലിക്കറ്റ് NIT പോലും സീറ്റുകൾ വേക്കൻ്റ് ആയിട്ട് പോകും. കാരണം ഇത് ഇവർക്ക് വേണ്ടി ഉള്ള സീറ്റ് ആയതുകൊണ്ട് മറ്റാരെയും പകരം അക്കോമഡേറ്റ് ചെയ്യാനും ആവില്ല. അങ്ങനെയില്ല. ഒരുപക്ഷെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത്. ആ ഒരു ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എലിജിബിലിറ്റി ഉണ്ടാവേണ്ടതും മലയാളികൾക്ക് നല്ല അവസരം കിട്ടേണ്ടതും ഇത് തന്നെയാണ്. അതെ സർ. അപ്പം ഇനി എലിജിബിലിറ്റിയിലേക്ക് നമുക്ക് വരുവാണെങ്കിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് ഈ ഒരു സീറ്റ് ക്ലെയിം ചെയ്യാനായിട്ട്? എലിജിബിലിറ്റി JEE മെയിൻ സ്കോർ ഉണ്ടായിരിക്കണം. അല്ല റാങ്കോ ഒന്നും പ്രശ്നമല്ല, ജസ്റ്റ് ഒന്ന് സ്കോർ കിട്ടിയാൽ JEE മെയിൻ സ്കോർ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം +2-ന് 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ അതിനകത്ത് എൻജിനീയറിംഗ് BTech സ്ട്രീമിലേക്ക് വരുന്നവരിൽ അവർക്ക് മാത്തമാറ്റിക്സും ഫിസിക്സും കമ്പൽസറി ആയിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ. പിന്നെ കെമിസ്ട്രിയോ കമ്പ്യൂട്ടർ സയൻസോ ബയോളജിയോ ബയോടെക്നോളജി എന്തും ആകാം. മാത്സ് ഫിസിക്സ് കമ്പൽസറിയാണ്. അതേസമയം BArc പ്രോഗ്രാമിലേക്കോ B-Plan പ്രോഗ്രാമിലേക്കോ വരുന്നവരെ സംബന്ധിച്ച് മാത്സ് മാത്രമേ കമ്പൽസറി ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ എലിജിബിലിറ്റി വരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ദാസായും CAWGയും തമ്മിൽ അല്പ വ്യത്യാസമുണ്ട്. കാരണം CAWG ഗൾഫ് കൺട്രീസുകാർക്ക് വേണ്ടി മാത്രമായതുകൊണ്ട് നമുക്ക് ഗൾഫിൽ അവിടെ ജോലി ചെയ്യാനുള്ള വിസ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ്, അതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ഒരു 6 മാസത്തേനോടെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പേരൻ്റ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഒരു ഫോർമാറ്റിലുള്ള ലെറ്റർ ഉണ്ടായിരിക്കണം. കുട്ടി പഠിച്ചത് ഗൾഫിലായിരിക്കണം. 11ഉം 12ഉം 2 വർഷവും അവിടെയാണ് പഠിച്ചത് എന്നുള്ളതിന് ഉള്ള കൃത്യമായിട്ടുള്ള രേഖ ഉണ്ടായിരിക്കണം. അതായത് അവിടുത്തെ അതിനൊരു ഫോർമാറ്റുണ്ട്, സ്കൂളിൽ നിന്നുള്ള ഈ ഫോർമാറ്റിലുള്ള ലെറ്റർ ഉണ്ടായിരിക്കണം കൃത്യമായിട്ട്. അപ്പോൾ അങ്ങനെ ഇത് ഗൾഫുകാർക്ക് വേണ്ടി മാത്രം ഉള്ളതുകൊണ്ട് അതിന് ചില അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇനി പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 10th നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ അറിയാം 10th. പിന്നെ +2-ൽ 60% മാർക്കുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് +2-ൻ്റെ മാർക്ക് ഷീറ്റ് അത് ഈ ഡിസംബർ 30 മുമ്പ് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. കാരണം പലർക്കും അത് കിട്ടിക്കാണില്ല. +2-ൻ്റെ മാർക്ക് ഷീറ്റ് വരുന്നു. പിന്നെ വിദേശത്ത് ആണ് പഠിച്ചതെന്നുള്ളതിന് അതിനുള്ള രേഖ ഉണ്ടായിരിക്കണം. പിന്നെ പേരൻ്റ് വിദേശത്തുള്ള ആളാണെന്നുള്ളത്, ഇനി ഫോറിൻ നാഷണലാണെങ്കിൽ അതിനുള്ളത് ഡോക്യുമെൻറ്റ്സ്, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സാണ് ആവശ്യമായിട്ട് വരുന്നത്. സാർ, ഫീ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ഇവർ അലോട്ട്മെൻറ്റിന് വേണ്ടി ചെയ്യേണ്ടത്? അതായത് JEE മെയിൻ റിസൾട്ട് വന്നു കഴിഞ്ഞു, വിദ്യാർത്ഥികളെല്ലാം ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യമുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് എൻജിനീയറിങ്ങിനും മെഡിസിനും ഒരുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ +2 കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട് കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുമായിട്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഈ 2 കോട്ടയിലായിട്ട് ലഭിക്കുന്നത്. സാർ, എന്താണ് അവർ അലോട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇത് സാധാരണ ഈ പ്രോസസ്സ് നടക്കുന്നത് ജോസ അലോട്ട്മെൻറ്റിൻ്റെ അതേ സമയത്ത് തന്നെയാണ്. വലിയൊരു വേരിയേഷൻ, അതായത് ഇത്തവണ ജോസ മിക്കവാറും ജൂൺ 10-ാം തീയതി ആയിരിക്കും ആരംഭിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനോട് അടുപ്പിച്ച് അല്ലെങ്കിൽ അനുബന്ധമായിട്ട് വരുന്ന ദിവസങ്ങളിൽ തന്നെ ദാസായാലും പതുക്കെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ അവർ ആരംഭിക്കും. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് ജോസായാലും ദാസയിലും അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഒരേ സമയം ജോസായാലും കൊടുക്കുക. 2 ഡിഫറൻറ്റ് സ്ട്രീമാണ്, 2 സൈറ്റാണ്, എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഒരു ബന്ധമല്ല രണ്ടും തമ്മിൽ. 2ലും നമുക്ക് അഡ്മിഷൻ നേടിയെടുക്കാം. എന്നിട്ട് അവസാനം നമ്മൾ ഏതാണോ ഒരെണ്ണം നമുക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദാസയിൽ എൻ്റെ വെബ്സൈറ്റ് www.dasanit.org ഈ ഒരു സൈറ്റിലാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഈ പ്രോസസ്സ് ചെയ്ത് ഏൽപ്പിച്ചിരുന്നത് കാലിക്കറ്റ് NIT ആണ്. ഈ വർഷം മറ്റൊരു ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരായിരിക്കും ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ജെഇമെയിന് നമുക്കൊരു രജിസ്റ്റർ നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ രജിസ്റ്റർ നമ്പർ അതായിരിക്കും നമ്മുടെ യൂസർ ഐ ഡി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ച് നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. നമുക്കൊരു കൃത്യമായിട്ട് മെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോൾ വേണേലും യൂസ് ചെയ്യാവുന്നൊരു ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അത് ദാസ ആണെങ്കിലും CAWG ആണെങ്കിലും $300 രജിസ്ട്രേഷൻ ഫീസ്. അത് നോൺ റീഫണ്ടബിളാണ്. ഒരു കാരണവശാലും അത് നമുക്ക് സീറ്റ് ലഭിച്ചാലും ഇല്ലെങ്കിലും അത് റീഫണ്ടബിൾ അല്ല. അത് നോൺ റീഫണ്ടബിൾ. അതേസമയം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ സമയത്ത് തന്നെ ഈ രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ ഒരു സെമസ്റ്ററിലെ ഫീസ് അടയ്ക്കേണ്ടി വരും. അത് ഏത് സ്ട്രീമാണെങ്കിലും ആ ഫീസ് അത് നമ്മൾ ഏത് സമയത്താണോ വിഡ്രോ ചെയ്യുന്നവർക്കൊക്കെ കിട്ടാതെ വരുന്നവർക്കൊക്കെ അത് റീഫണ്ട് പോസിബിലിറ്റി ഉണ്ട്. 100% റീഫണ്ട് പോസിബിലിറ്റി ഉണ്ട്. അത് അവസാന സ്പെഷ്യൽ റൗണ്ടും കഴിഞ്ഞാണ് നമ്മളത് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അതിനുള്ള പോസിബിലിറ്റിയൊക്കെ നഷ്ടപ്പെടും. നമുക്കുള്ള എലിജിബിലിറ്റി ഇല്ലാത്തവർ അപ്ലൈ ചെയ്യുന്നു, അങ്ങനെ പല കാര്യം. ചിലപ്പോൾ 50%, 3 കണ്ടീഷനുണ്ട്. 100% റീഫണ്ടുണ്ട്, 50% ഉണ്ട്, 0 റീഫണ്ടുണ്ട്. അത് നമ്മൾ ഏത് സമയത്താണ് വിഡ്രോ ചെയ്യുന്നതൊക്കെ അനുസരിച്ചായിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഫീസ് പേ ചെയ്യാം. ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസ് കൂടെ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ CAWG കോട്ടായ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. വേണമെങ്കിൽ ദാസായും കൂടെ തിരഞ്ഞെടുക്കാം. പക്ഷേ കൂടുതൽ ഫീസ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അവർ ചെയ്യേണ്ടത് ഉയർന്ന ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് 300 തന്നെ, പ്ലസ് ഫസ്റ്റ് സെമസ്റ്റർ നമ്മൾ $4,000 പറഞ്ഞല്ലോ, 2,000 അല്ലെ 4,000, 758 പകരം ആ ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കണം. അത് അടയ്ക്കുന്നതിനകത്ത് നമുക്ക് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. അതുണ്ടെങ്കിൽ അടയ്ക്കാം. കാരണം നമുക്ക് ഈ CAWG സ്ട്രീമിലാണ് നമുക്ക് അഡ്മിഷൻ വരുന്നതെങ്കിൽ ബാക്കി മുഴുവൻ പൈസയും നമുക്ക് റീഫണ്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് പ്രശ്നമില്ല. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് സീറ്റ് മെട്രിക്സ് വരുമ്പോൾ നമുക്ക് സീറ്റ് മെട്രിക്സിൽ ടോട്ടൽ 15% സൂപ്പർ ന്യൂമറി സീറ്റാണ്. അതിനകത്ത് ജനറലായിട്ട് ഇപ്പോൾ ഈ ഇലക്ട്രിക്കലാണെങ്കിൽ EEE അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ECE എന്ന് മാത്രം കാണിച്ചിരിക്കുന്നത് ദാസ സ്ട്രീമിൽ വരുന്ന സീറ്റുകളാണ്. അതേസമയം ECE1 അല്ലെങ്കിൽ EEE1 എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് CAWG സ്ട്രീമിലെ സീറ്റാണ്. അപ്പോൾ നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ്. ഇപ്പം രണ്ടും ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇനി CAWG മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് മാത്രമേ നമുക്കവിടെ കാണാനാവുള്ളൂ. ഒരു മെട്രിക്സ് അതിനെ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാവും. അപ്പോൾ നമുക്കതിനനുസരിച്ച് CAWG കോട്ടായിലെ ഒന്ന്, ദാസ കോട്ടായിലെ മറ്റൊന്ന്, അത് രണ്ടും നമുക്ക് ഫില്ല് ചെയ്ത്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ഒരിക്കൽ ലോക്ക് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് റീഷബിൾ ചെയ്യാനോ ഒന്നും ഇതിനകത്ത് ഒരു തരത്തിലും എഡിറ്റ് ചെയ്യാനാവില്ല. അതുകൊണ്ട് ഇത് ചെയ്യുന്നതിന് മുമ്പ്, കൺഫേം ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളത് ചെയ്യുന്നു. അപ്പം ചെയ്യുന്നതിന് ഇവിടെ നമ്മൾ ഇപ്പം ഈ പറഞ്ഞ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ നമുക്ക് ജെഇമെയിൻ്റെ സ്കോറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് ദാസ ഒരു റാങ്ക് ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കി തരും. അപ്പം നമുക്കറിയാം നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്കറിയാം. ഈ റാങ്ക് ലിസ്റ്റ് ഒന്നും പറയും ഈ ഒരു കാറ്റഗറിയിൽ എത്ര ആൾക്കാരുണ്ടെന്നുള്ളത് ദാസ റാങ്ക് കിട്ടി നമുക്ക് മനസ്സിലാവുന്നു. അതിനുശേഷമാണ് നമ്മളിത് ഈ ഓപ്ഷൻസ് കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി റീഷബിൾ ചെയ്യാൻ അവസരം ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെയും കൺഫ്യൂഷൻ ഉണ്ട്, ഒന്നുകൂടെ റീഷബിൾ ചെയ്യാം. പക്ഷേ അലോട്ട്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള അവസരമില്ല. അപ്പം അതിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് 3 ഓപ്ഷൻസ് പറയാം. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെങ്കിൽ അവിടെ 2 ഓപ്ഷൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ ലെറ്റർ ജനറേറ്റ് ചെയ്ത് വരും, നമ്മളെ സീറ്റ് അക്സെപ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഓപ്ഷനിൽ. ഇനി നമുക്ക് വേണമെങ്കിൽ ഡിനൈ ചെയ്യാം, വിഡ്രോ ചെയ്യാം. അത് ഒരു ഓപ്ഷൻ. ഇനി മറ്റേതെങ്കിലും ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ വരുന്നതെങ്കിൽ 3 ഓപ്ഷൻസ് ഉണ്ട് അവിടെ. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഓപ്ഷൻ മതി. രണ്ടാമത് അക്സെപ്റ്റ് ആൻഡ് അപ്ഗ്രേഡ് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഞാനിപ്പോൾ കിട്ടിയിരിക്കുന്ന ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല, അടുത്ത അലോട്ട്മെൻറ്റിൽ എന്നെ വീണ്ടും പരിഗണിക്കണം, എനിക്കിതിന് ഞാൻ തന്നിരിക്കുന്ന മുകളിലുള്ള ഓപ്ഷൻ കിട്ടുമെങ്കിൽ അത് തരണം. പിന്നെ നമുക്ക് ഡിക്ലൈൻ ചെയ്യാം, വിഡ്രോ ചെയ്യാം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയും കൺഫർമേഷൻ ലെറ്ററുകൾ ജനറേറ്റ് ചെയ്ത് വരും. അത് നമ്മൾ എടുത്ത് വെക്കണം. പിന്നെ അടുത്ത അലോട്ട്മെൻറ്റിലേക്കാണ്.
ഇപ്പോൾ നമുക്കിവിടെ സീറ്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. സീറ്റ് കിട്ടാത്തവർക്കും അതുപോലെ തന്നെ അപ്ഗ്രഡേഷന് ആവശ്യമുള്ളവർക്കും കൊടുത്തവർക്കും രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഓക്കെ. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഇതേ ഓപ്ഷൻസൊക്കെ തന്നെ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനിലാണ് കിട്ടുന്നെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഡിക്ലൈൻ ചെയ്യാം. ഇനി സെക്കൻഡ് തേർഡ് പോലെയുള്ള അങ്ങനെ ഏതെങ്കിലും ഓപ്ഷനിലാണെങ്കിൽ 3 സാധ്യതയുണ്ട്. അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ആൻഡ് അപ്ഗ്രേഡ് കൊടുക്കാം, ഡിക്ലൈൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ അലോട്ട്മെൻറ്റ്, 3 അലോട്ട്മെൻറ്റുകളാണ് ഉള്ളത്. ആകെ 3 ഉള്ളൂ. മൂന്നാമത്തെ നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് 2 ഓപ്ഷനുള്ളൂ. ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാം. കാരണം ഇനി ഒരു അലോട്ട്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു അപ്ഗ്രഡേഷൻ അതിനകത്ത് വരുന്നില്ല. ഇതിന് ശേഷം മറ്റൊരവസരം കൂടി കൊടുക്കുന്നുണ്ട്, ഇൻറ്റേർണൽ സ്ലൈഡിങ്. അതായത് ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ വേറൊരു ബ്രാഞ്ചിലേക്ക്. അപ്പോൾ നമുക്ക് കാലിക്കട്ട് NIT-യിലാണ് നമുക്ക് കെമിക്കലാണ് കിട്ടിയത്. അവിടെ ഇലക്ട്രിക്കലിൽ വേക്കൻസി ഉണ്ട്. നമ്മുടെ കോട്ടയിൽ, നമ്മുടെ CWG ദാസ ഏതാണോ അത് വേക്കൻസി ഉണ്ട് നമ്മുടെ എടുത്തിരിക്കുന്ന ആ ഒരു കോട്ടയിൽ. അപ്പോൾ അവിടെ നമുക്ക് ഇലക്ട്രിക്കൽ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ലൈഡിങ് വഴി മാറാം. അപ്പോൾ ഇതിന് ശേഷമാണ് സ്പെഷ്യൽ റൗണ്ട്. നമ്മൾ ജോസായിൽ നമുക്ക് CSAB ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെ സ്പെഷ്യൽ റൗണ്ട് ആരംഭിക്കുകയാണ്. സ്പെഷ്യൽ റൗണ്ടിൽ നമുക്ക് വീണ്ടും നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്തവർക്ക് ഇതിനെല്ലാം ഓപ്ഷനുള്ളൂ. സ്പെഷ്യൽ റൗണ്ടിന് വേണ്ടി സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഇല്ല, അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ സ്പെഷ്യൽ റൗണ്ടിൽ സംഭവിക്കുന്നത് നമുക്ക് ഒന്നുകൂടി, അന്നേരം നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന പല സീറ്റുകളും ഫില്ല് ചെയ്ത് പോയിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഉള്ള സീറ്റുകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു ഓപ്ഷൻ നമുക്ക് ഒന്നുകൂടെ റീസെറ്റ് ചെയ്ത് ഷഫിൾ ചെയ്തെടുക്കാനായിട്ട് അവസരമുണ്ട്. അത് സ്പെഷ്യൽ റൗണ്ടിൽ നമുക്ക് ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടാതിരിക്കാം. സ്പെഷ്യൽ റൗണ്ടിൽ നമ്മൾ ഡിക്ലൈൻ ചെയ്താൽ, കിട്ടിയില്ലേ കുഴപ്പമൊന്നുമില്ല, ഡിക്ലൈൻ ചെയ്താൽ നമുക്ക് ഫീ റീഫണ്ട് ചെയ്യില്ല. അതിന് മുമ്പുള്ളത്, അതായത് 1, 2, 3 ഒക്കെ അവസരമുണ്ട് നമുക്ക്. ഡിക്ലൈൻ ചെയ്താൽ ഫീ നമ്മുടെ ഈ സെമസ്റ്റർ ഫീ നമുക്ക് റീഫണ്ട് ചെയ്ത് തരും. രജിസ്ട്രേഷൻ ഫീ ഒരിക്കലും റീഫണ്ട് ചെയ്യുന്നില്ല, സെമസ്റ്റർ ഫീ റീഫണ്ട് ചെയ്യും. പക്ഷേ കാരണം സ്പെഷ്യൽ റൗണ്ടിന് ശേഷം ഇനി നമ്മൾ വെറുതെ മറ്റാരുടെയൊക്കെ സീറ്റ് നഷ്ടപ്പെടുത്തുക ചെയ്യും. അതുവരെ നമുക്ക് അവസരം തരുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യൽ റൗണ്ടിലൂടെ നമ്മൾ കഴിയുന്നു. അതിനുശേഷം സ്പോട്ട് ഒക്കെ NITs പൊതുവേ നടത്താറുണ്ട്. സ്പെഷ്യൽ വരെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന അലോട്ട്മെൻറ്റ് അത്രയേ ഉള്ളൂ. സാർ, ഞാനൊരു എക്സൈറ്റ്മെൻറ്റോട് ചോദിക്കുകയാണ്. അതായത് ഒത്തിരി മലയാളികൾ ഈ ഒരു കാറ്റഗറിക്ക് എലിജിബിലിറ്റി ഉണ്ട്, പക്ഷേ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു NIT-കളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു IIITകളിൽ ഒരു അഡ്മിഷൻ കിട്ടും എന്ന് ഞാൻ ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. ജസ്റ്റ് അപ്ലൈ ചെയ്ത അഡ്മിഷൻ. ഒരു പക്ഷേ NIT കാലിക്കറ്റിലോ അല്ലെങ്കിൽ IIIT കോട്ടയോ അല്ലെങ്കിൽ NIT അല്ലെങ്കിൽ IIIT ഏതെങ്കിലും ഒരു NIT IIITയിൽ അഡ്മിഷൻ കിട്ടാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതിയാവും. കാരണം നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കഴിഞ്ഞ വർഷങ്ങളിലേക്ക് പരിശോധിച്ചാൽ ലക്ഷങ്ങളിലേക്കാണ്, എസ്പെഷ്യലി ദാസായുടെ കേസിൽ ലാസ്റ്റ് റാങ്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് കിട്ടുമെന്ന് തന്നെ നമുക്ക് പറയാം. സാർ, ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. അതായത് മലയാളികൾക്ക് ഏകദേശം ഏറ്റവും കൂടുതൽ കിട്ടാൻ യോഗ്യതയുള്ളത് NIT കാലിക്കറ്റാണ്, ഹോം സ്റ്റേറ്റ് കോട്ട അനുസരിച്ച്. ജനറൽ ഒരു സിറ്റുവേഷൻ ഞാൻ നോക്കിയത്. പക്ഷേ ഒരു NIT ട്രിച്ചിയോ സൂറത്തിലോ വാറങ്കിലോ വേണമെന്നുണ്ടെങ്കിൽ അത് ഡിഫിക്കൽട്ടാണ്, ഒരു സാധാ ഒരു മലയാളിയുടെ റാങ്ക് വെച്ച്. അതേസമയം ഈ ഒരു സ്കീം വരുമ്പം NIT കാലിക്കറ്റും അതുപോലെ തന്നെ ട്രിച്ചിയും വാറങ്കലും സൂറത്തിലും എല്ലാം ഒരുപോലെ പ്രാധാന്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവസരങ്ങളല്ലേ ഈ ഒരു കാറ്റഗറി? തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കണം. അതിനനുസരിച്ച് നമ്മുടെ ഓപ്ഷൻസ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇനി CAWG അല്ല ദാസ കോട്ടയിലാണെങ്കിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വീണ്ടും NIT ട്രിച്ചിയിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാരണം വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടാൻ ഇതായിരിക്കും നല്ലത്. ആദ്യം നമുക്ക് NIT കാലിക്കറ്റിലേക്ക് വരാം. അവിടെ ഒരു ഏറ്റവും ഡിമാൻഡിങ് ഉള്ള കമ്പ്യൂട്ടർ സയൻസ്, EC, ഇതിന് ഏതൊക്കെ റാങ്ക് ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടാം? നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം CAWG ആണെങ്കിൽ നമ്മൾ 2023 മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ലാസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ CAWGയിൽ 48,423 ജെയ്മെയിൻ റാങ്കുള്ള കുട്ടിയാണ് കമ്പ്യൂട്ടർ സയൻസിൽ ലാസ്റ്റ് കയറിയത്. ജനറൽ കാറ്റഗറിയിൽ 10,000 താഴെന്നൂടെ ആലോചിക്കണം അല്ലേ? അതെ, 27,224 ആളാണ് ആദ്യം കയറിയിരിക്കുന്നത്. ഓക്കെ, 48,423 അവസാനം. അത് ദാസായിലാണെങ്കിൽ അത് കുറച്ച് വ്യത്യാസമുണ്ട്. അവിടെ 93,548 കുട്ടിയാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 48,000
48,423 ഉള്ള ആൾ ഫസ്റ്റ് വന്നപ്പോൾ 1,04,63 ലാസ്റ്റ് ഈ പറഞ്ഞ CWG കോട്ടയിൽ കയറിയിരിക്കുന്നത്. ഓക്കെ. ഇനി അത് നമ്മൾ ദാസ കോട്ടയിലാണെങ്കിൽ ആദ്യത്തെ റാങ്ക് തന്നെ 1,19,515 ലാസ്റ്റ് റാങ്ക് 3,37,895 ഓക്കെ ദാസായിൽ. അപ്പോൾ ദാസായിൽ 3,37,000 ഉള്ള കുട്ടിയും കാലിക്കറ്റ് NITയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇലക്ട്രിക്കലിലേക്ക് വന്നപ്പോൾ ലാസ്റ്റ് റാങ്ക് 7,21,871 ദാസായിൽ. CWGയിൽ കമ്പാരിറ്റീവ്ലി ഉയർന്ന റാങ്ക് ഉണ്ട്. 1,47,962 CWG വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഏറ്റവും നമ്മുടെ സർക്യൂട്ട് ബ്രാഞ്ചസിലെ ഒരു സിറ്റുവേഷൻ. മെക്കാനിക്കലിലേക്ക് വരുമ്പോൾ വീണ്ടും കുറയുന്നുണ്ട്. മെക്കാനിക്കൽ CWG 1,84,197 സ്റ്റാർട്ട് വന്നിരിക്കുന്നത്. അല്ല, സ്റ്റാർട്ടല്ല, എൻഡ് ചെയ്തിരിക്കുന്നത്. ഓരോ കുട്ടികളുടെ ഇൻട്രസ്റ്റ് ഒക്കെ അനുസരിച്ച് അതിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അതായത് NIT കാലിക്കറ്റിൽ ഒരു ദാസ അല്ലെ CWG വെച്ച് അഡ്മിഷൻ എടുത്ത ആളുടെ ലാസ്റ്റ് റാങ്ക് എത്രയായിരിക്കും? ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ, അതായത് നമ്മൾ കുറച്ചു നേരം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അപ്ലൈ ചെയ്ത് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുമെന്ന്. അപ്പോൾ അത് ശരിയാണോ എന്ന് ആലോചിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ഉറപ്പിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ അഡ്മിഷൻ കിട്ടിയാൽ മതി. അത് സിവിൽ ആയിക്കോട്ടെ, കെമിക്കൽ ആയിക്കോട്ടെ. അത് ഏകദേശം ഒരു ദാസ CWG 7 ലക്ഷത്തെയാണ് കാണുന്നത്. 6 ലക്ഷം 7 ലക്ഷം ഒക്കെ റാങ്ക് ഉള്ളവർക്ക് കിട്ടുന്നുണ്ട്. 7 ലക്ഷം 6 ലക്ഷം, അതായത് ആകപ്പാടെ അപ്ലൈ ചെയ്തൊരു 12 ലക്ഷം. അതിൽ തന്നെ 7 ലക്ഷം ഏതൊരാൾക്കും എത്താവുന്ന ഒരു കൗണ്ടിലേക്ക് നമ്മൾ വരികയാണ്. സാർ, ഇനി നമുക്ക് ഏതാ ഡിസ്കസ് ചെയ്യേണ്ടത്? ട്രിച്ചി ബെസ്റ്റ് NIT നമുക്കറിയാം, ട്രിച്ചിയാണ്. ട്രിച്ചിയിലാണെങ്കിൽ പോലും നമുക്ക് നല്ല സാധ്യതകളുണ്ട്. ട്രിച്ചിയിലെ കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് സാധാരണ 1,500-2,000 താഴെയാണ് ക്ലോസ് ചെയ്യുന്നത്. CWG ആണെങ്കിൽ 8,230 മുതൽ 18,473 വരെ. ഓക്കെ. അവിടെയാണ് ഏറ്റവും ടോപ്പ് റാങ്ക് വരുന്നത്, അവിടെയാണ്. അപ്പോൾ ആ റാങ്കിലാണ് കമ്പ്യൂട്ടർ സയൻസ് തീർന്നിരിക്കുന്നത്. അത് ദാസായിലാണെങ്കിൽ 30,599 വരെ ദാസായിൽ വന്നിരിക്കുന്നത്. ECE ആണെങ്കിൽ 9,311 മുതൽ 89,205 വരെ. ഇനി അത് CWG വരുമ്പം 12,031 57,758. അപ്പോൾ ഇത് കൃത്യമായിട്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും, സൈറ്റിലുണ്ടാവും. അത് നോക്കിയാലും മനസ്സിലാവും. ഇനി വേണമെങ്കിൽ നമുക്ക് IIITകൾ വിലയ്ക്ക് വേണമെങ്കിൽ വരാം. IIIT കോട്ടയത്തേക്ക് നമ്മൾ വരുമ്പോൾ എല്ലാ IIITകളും ഇല്ല, വളരെ കുറച്ച് 11 IIITകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. അവർ ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റിയാണ്, വളരെ നല്ല യൂണിവേഴ്സിറ്റി. നമ്മുടെ കാലിക്കറ്റ് NITയുടെ ഒക്കെ ആ റേഞ്ചിൽ തന്നെ വരുന്നതാണ്. കുട്ടികൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നല്ല. അതുപോലെ തന്നെ NSUT നേതാജി സുഭാഷ് യൂണിവേഴ്സിറ്റി ഡൽഹി, അതും ഈ ഒരു റേഞ്ചിൽ തന്നെ വരുന്നതാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫീസ് ഒരു സെമസ്റ്ററിന് അടയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ IIITകളിലേക്ക് വരുമ്പോൾ അവിടെ IIITയുടെ ഒരു സെമസ്റ്ററിൻ്റെ ഫീസ് അടയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഡോളറിലേക്ക് വരുമ്പം റേഞ്ചിൽ തന്നെ വരും. സെമസ്റ്റർ ഫീ എത്രയാണെന്ന് നോക്കിയിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാകും. അത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ടി വരും. നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ ഫീസ് തന്നെ കൊടുത്താൽ മതി. നമ്മൾ കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI ഉണ്ട്. അത് ദാസ സ്ട്രീമിൽ വന്നത് 2,35,409 തുടങ്ങി 4,73,053 ദാസ അവസാനിച്ചിരിക്കുന്നത്. അത് CWGയിലേക്ക് വരുമ്പോൾ 1,66,030 ഒരു കുട്ടിയെ ചേർന്നിരിക്കുന്ന ഒരു സീറ്റേ ഉണ്ടാവുള്ളൂ. 1,66,030. ഇനി CSE പ്യുവർ CSE ആണെങ്കിൽ അത് 2,44,798 നമ്മുടെ ഓപ്പണിംഗ് റാങ്ക്. അത് വന്നിരിക്കുന്നത് 10 ലക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. NIT കാലിക്കറ്റ് കിട്ടുന്നില്ലാത്തവർക്ക് പോലും ദാസ IIIT കോട്ടയത്തിൽ അത് വന്നിരിക്കുന്നത്. CWG ആണെങ്കിൽ 63,504 അവിടെ തുടങ്ങി 2,14,000 CWG പ്യുവർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പോലും വ്യത്യാസമുണ്ട്. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അതും ഈ പറഞ്ഞ രീതിയിൽ 10 ലക്ഷത്തിലേക്ക് വീണ്ടും കടന്നു. സൈബർ സെക്യൂരിറ്റിയുടെ അതൊന്നും ഒരുപക്ഷെ ഇച്ചിരി ഫീസ് കൂടുതലാണ് എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇവരെ NIT പ്രിഫർ ചെയ്യാനുള്ള സാധ്യതയെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു സെക്ഷനിലൂടെ എന്താണ് CWG
എന്താണ് ദാസ എന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും പേരൻസിനും വളരെ കൃത്യമായ ഒരു ഐഡിയ കിട്ടിയെന്ന് നമ്മൾ കരുതുകയാണ്. അതായത് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഒരു NIT അഡ്മിഷൻ എന്ന് പറയുമ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ മലയാളികളെല്ലാവരും, എലിജിബിലിറ്റി ഉള്ള എല്ലാവരും ഈ ഒരു കോട്ടയെക്കുറിച്ച്, ഈ ഒരു റിസർവേഷൻ കാറ്റഗറിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുക. നമുക്ക് ഈ വർഷം NIT കാലിക്കറ്റിലും അതുപോലെ തന്നെ IIIT കോട്ടയത്തു നിന്നും ഒരു സീറ്റ് പോലും നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് ഞങ്ങൾ ഇത്ര മാത്രം ഇത് സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാരണം. സർ, ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. കൂടുതൽ വിദ്യാർത്ഥികൾ NIT കാലിക്കറ്റിലും അതുപോലെ തന്നെ IIITസിലും പഠിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സാറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.